ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ സയ്യിദിനാ മുഹമ്മദിൻ വ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഇൻ ഉരീദു ഇല്ലൽ ഇസ്ലാഹ മസ്തതഅതു വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹി അലൈഹി തവക്കൽതു വഇലൈഹി ഉനീബ്. അള്ളാഹുവിൻ്റെ മാർഗത്തിലെ സഹപ്രവർത്തകരായ സഹോദര സഹോദരിമാരെ, അള്ളാഹുവിൻ്റെ അടിയാറുകളെ അവൻ്റെ മാർഗത്തിൽ നയിച്ചുകൊണ്ടിരിക്കുന്ന നേതാക്കളെ, നായകന്മാരെ, ഖുർആൻ സാധിച്ച വിപ്ലവം ആമുഖമില്ലാതെ വിഷയത്തിലേക്ക് കടന്നു പോവുകയാണ് ഞാൻ ചെയ്യുക. വിപ്ലവം എന്ന് പറയുമ്പോൾ ലളിതമായ ഭാഷയിൽ അത് ഞാൻ പറയുന്നു, മാറ്റം എന്നാണ് അർത്ഥം. നിലവിലുള്ള അവസ്ഥക്ക് മാറ്റം വരുത്തുന്നതിനാണ് വിപ്ലവം എന്ന് പറയുക. ഖുർആൻ സാധിച്ച മാറ്റം വളരെ വിശദമായി പറയാൻ സമയമില്ലാത്തതുകൊണ്ട് ചിന്തിക്കുകയും പഠിക്കുകയും ചെയ്യുന്ന സദസ്സായതുകൊണ്ടും സൂചനകളിലൂടെ കടന്നു പോവുകയാണ് ചെയ്യുക. 3 അടിസ്ഥാനങ്ങളിൽ നിന്നുകൊണ്ടാണ് ഖുർആൻ മാറ്റത്തിന് തുടക്കം കുറിച്ചത്. ഖുർആനിലെ 4 സ്ഥലങ്ങളിൽ ആ 3 അടിസ്ഥാനങ്ങൾ ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. ഒന്ന് ചിന്താപരമായ മാറ്റം, രണ്ടാമത്തേതും മൂന്നാമത്തേതും വൈജ്ഞാനികവും സാമ്പത്തികവുമായ മാറ്റം, വൈജ്ഞാനികവും സാംസ്കാരികവുമായ മാറ്റം. സൂറത്തുൽ ബഖറയിലെ 151-ാമത്തെ സൂക്തവും അതേ ബഖറയിലെ 129-ാമത്തെ ആയത്തും സൂറത്ത് ആല ഇമ്രാനിലെ 164-ാമത്തെ ആയത്തും സൂറത്തുൽ ജുമുഅയിലെ 2-ാമത്തെ ആയത്തും ആ 3 അടിസ്ഥാനങ്ങൾ ആവർത്തിച്ച് ശൈലി വ്യത്യാസത്തോടു കൂടി പഠിപ്പിക്കുന്നുണ്ട്. യത്ലു അലൈഹിം ആയാതിഹി വയുസക്കീഹിം യത്ലു അലൈഹിം ആയാതിക വയുഅല്ലിമുഹുൽ കിതാബ വയുസക്കീഹിം യത്ലു അലൈഹിം ആയാതിഹി വയുസക്കീഹിം വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ കമാ അർസൽനാ ഫീകും റസൂലൻ മിൻകും യത്ലു അലൈക്കും ആയാതിനാ വയുസക്കീക്കും വയുഅല്ലിമുക്കുമുൽ കിതാബ വൽ ഹിക്മ എന്നാണ് വ്യത്യസ്ത ശൈലിയിൽ ആ അടിസ്ഥാനങ്ങൾ ഖുർആൻ വിവരിച്ചിട്ടുള്ളത്. യത്ലു അലൈഹിം ആയാതിക എന്നോ ആയാതിഹി എന്നോ പറഞ്ഞത് ചിന്താ വിപ്ലവത്തെ സൂചിപ്പിക്കുന്നു. വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ വയുസക്കീഹിം വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ എന്ന് മുന്തിച്ചും പിന്തിച്ചും ആയത്തുകളിൽ പറഞ്ഞിട്ടുണ്ട്. ഒരായത്തിൽ ആദ്യമായി വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ വയുസക്കീഹിം എന്നും ബാക്കി 3 ആയത്തുകളിലും വയുസക്കീഹിം വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ എന്നുമാണ് പറഞ്ഞത്. അത് രണ്ടും ഒന്നിച്ച് നടക്കണം എന്നതുകൊണ്ടായിരിക്കാം അള്ളാഹു അത് അങ്ങനെ പറഞ്ഞത്. തർബിയത്തും തഅലീമും ഒന്നിച്ച് നടക്കണം എന്നതുകൊണ്ടാണ് വയുസക്കീഹിം എന്നും വയുഅല്ലിമുഹും എന്നതും പരിശുദ്ധ ഖുർആൻ 3 സ്ഥലങ്ങളിൽ തസ്കിയത്തിന് മുൻഗണന നൽകിക്കൊണ്ടും 1 സ്ഥലത്ത് തഅലീമിന് മുൻഗണന നൽകിക്കൊണ്ടും പറഞ്ഞത്. അറേബ്യൻ മേഖലകളിലൊക്കെ വിദ്യാഭ്യാസ വകുപ്പിന്
വസാറത്തു തെർബിയ വ തഅലീം എന്നാണ് പറയാറുള്ളത്. വസാറത്തു തെർബിയ വ തഅലീം വ ശബാബ് എന്ന് കൂടി കൂട്ടിച്ചേർക്കാറുണ്ട്. തെർബിയത്തും തഅലീമും നടക്കേണ്ടത് ഒന്നിച്ചാണ്. അതുകൊണ്ട് ചിന്താ വിപ്ലവം, സാംസ്കാരിക വിപ്ലവം, വൈജ്ഞാനിക വിപ്ലവം, ഇതാണ് ഖുർആൻ സാധിച്ച വിപ്ലവം. ഈ വിപ്ലവത്തിന് ഖുർആൻ സ്വീകരിച്ച മാർഗം ലളിതമായി മനസ്സിലാക്കുവാൻ ഒറ്റ വാക്കിൽ ഞാൻ ഒതുക്കുകയാണ്. അത് അവകാശവാദം മാറ്റിവെച്ചുകൊണ്ട് ചുമതലാ ബോധം പകരം നൽകിക്കൊണ്ടായിരുന്നു. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് ഞാൻ കരുതുന്നു. അവകാശവാദം മാറ്റിവെച്ചുകൊണ്ട് ചുമതലാബോധം വളർത്തിയെടുത്തുകൊണ്ടാണ് ഈ വിപ്ലവം മുഴുവൻ ലോകത്ത് ഇസ്ലാം സ്ഥാപിച്ചത്. ഒരല്പം അത് വിശദീകരിക്കേണ്ടതുണ്ട്. ചുരുങ്ങിയ വിശദീകരണം മാത്രമേ നൽകുന്നുള്ളൂ. ലോകത്ത് നിലവിലുള്ള മനുഷ്യനിർമ്മിത വിപ്ലവ പ്രസ്ഥാനങ്ങളൊക്കെ അവകാശവാദമാണ് സമൂഹത്തിൻ്റെ മുമ്പിൽ സമർപ്പിച്ചിട്ടുള്ളത്. അവകാശം നേടിയെടുക്കുവാൻ സമരം, എല്ലാ വിഭാഗത്തിൻ്റെയും സമരരീതി അതാണ്. ഇസ്ലാം അവകാശവാദം ഉന്നയിച്ചിട്ടില്ല, എന്നാൽ അവകാശബോധം വളർത്തിയെടുക്കുകയും ചെയ്തിട്ടുണ്ട്. അത് രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട് എന്ന് നിങ്ങൾക്കറിയാമല്ലോ. വാദം എന്നത് ബോധമല്ല, വാദിക്കുന്നത് വിജയിക്കാനാണ്. ഒരു വക്കീൽ നടത്തുന്നത് വാദമാണ്. അദ്ദേഹത്തിൻ്റെ ബോധം അദ്ദേഹം വാദിക്കുന്നതിനെതിരായിരിക്കും. കാരണം വക്കീലിനോടും വൈദ്യരോടും കളവ് പറയാൻ പാടില്ലാണ്. കേസുമായി വക്കീലിനെ കാണുമ്പോൾ നടന്ന സംഭവം അങ്ങനെ തന്നെ പറഞ്ഞു കൊടുക്കും. അപ്പോൾ അദ്ദേഹത്തിനറിയാം ഇദ്ദേഹമാണ് ആ കുറ്റം ചെയ്തത് എന്ന്. അറിയാവുന്നു എന്നതാണ് അദ്ദേഹത്തിൻ്റെ ബോധം. ആ ബോധത്തിന് വിപരീതമാണ് അദ്ദേഹം പിന്നെ നടത്തുന്ന വാദം. അതുകൊണ്ട് വാദവും ബോധവും മശ്രിഖ് മുതൽ മഗ്രിബ് വരെയുള്ള അകലമുണ്ട് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞത്. ബോധം വളർത്തിയെടുത്തിട്ടുണ്ട് ഇസ്ലാം. അവകാശങ്ങൾ നിങ്ങൾക്കിന്നതൊക്കെ ഉണ്ട്, പക്ഷേ അത് വാദത്തിലൂടെ നേടിയെടുക്കേണ്ടതല്ല. അത് നേടിയെടുക്കുവാനുള്ള മാർഗം ചുമതലാബോധം നൽകിക്കൊണ്ടാണ്. ചുമതലാബോധം നൽകുമ്പോൾ അവകാശങ്ങൾ വാദം കൂടാതെ നേടിയെടുക്കുവാൻ കഴിയും. സിമ്പിൾ ഉദാഹരണം ഒന്നോ രണ്ടോ പറയാം. ഒരു പിതാവിൻ്റെ ബാധ്യതയെക്കുറിച്ച് അദ്ദേഹം ബോധവാനാണെങ്കിൽ മക്കൾക്ക് കിട്ടേണ്ട അവകാശം കിട്ടും. മക്കളുടെ ബാധ്യതയെക്കുറിച്ച് മക്കൾ ബോധവാന്മാരാണെങ്കിൽ മാതാപിതാക്കൾക്ക് കിട്ടേണ്ട അവകാശങ്ങൾ കിട്ടും. മുതലാളി തൻ്റെ ബാധ്യതയെക്കുറിച്ച് ബോധവാനാണെങ്കിൽ, നിങ്ങൾ മനസ്സിലാക്കിയ മുതലാളിയല്ല കേട്ടോ, മുതലിൻ്റെ ഉടമ എന്ന അർത്ഥത്തിലല്ല, തൊഴിലിൻ്റെ ഉടമ എന്ന അർത്ഥത്തിലാണ് മുതലാളി എന്ന് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ ഒരു സ്ഥാപനത്തിൻ്റെ ഉടമസ്ഥൻ, മറ്റേ മുതലാളിയല്ല. നിങ്ങളുടെ മനസ്സിൽ, നമ്മുടെ മനസ്സിൽ വരുന്നൊരു മുതലാളി, ആ മുതലാളി മിശക്കൊമ്പനായ ഒരു കിങ്കരനായിരിക്കും. ഞാൻ പറയുന്നത് ഒരു തൊഴിൽ ശാല നടത്തിക്കൊണ്ടിരിക്കുന്ന അതിൻ്റെ ഉടമസ്ഥൻ. അദ്ദേഹത്തിൻ്റെ ബാധ്യതയെക്കുറിച്ച് ബോധവാനാണെങ്കിൽ തൻ്റെ കീഴിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികളുടെ അവകാശം കിട്ടും, വാദിക്കേണ്ടി വരില്ല. തൊഴിൽ ചെയ്യുന്നവർ അവരുടെ ബാധ്യതകളെക്കുറിച്ച് ബോധവാന്മാരാണെങ്കിൽ തൊഴിലുടമയുടെ അവകാശം കിട്ടും. ഇനി ഉദാഹരണം പറയാതെ തന്നെ നിങ്ങൾക്ക് ബാക്കി സങ്കല്പിക്കാം. ചുമതലാബോധം വളർത്തിയെടുത്തുകൊണ്ട് അവകാശം നേടിക്കൊടുക്കുന്ന ഒരു വിപ്ലവമാണ് ഈ ലോകത്ത് സ്ഥാപിച്ചെടുത്തത് ഇസ്ലാം. മുഹമ്മദ് നബി അലൈഹിസ്സലാത്തു വസ്സലാം മാത്രമല്ല, മുൻകഴിഞ്ഞ പ്രവാചകന്മാരൊക്കെ ആ മാർഗമാണ് സ്വീകരിച്ചത്. അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് അവകാശം നിഷേധിച്ച
എതിരാളികൾക്കെതിരിൽ സംഘടിപ്പിക്കുവാൻ അവസരമുണ്ടായിട്ടും മൂസാ നബി അലൈഹിസ്സലാം ഇസ്രായേല്യരെ സംഘടിപ്പിച്ചില്ല. ഇസ്രായേല്യരെ സംഘടിപ്പിച്ചുകൊണ്ട് നിങ്ങൾ ഫിർഔനിന്റെ കൊട്ടാരത്തിൽ പോയി സമരം ചെയ്യണമെന്ന് പറഞ്ഞില്ല. അടിച്ചമർക്കപ്പെട്ട അടിമകളും സ്ത്രീകളുമൊക്കെ അറേബ്യൻ മേഖലയിൽ ധാരാളം ഉണ്ടായിട്ടും മുഹമ്മദ് നബി അവരെ സംഘടിപ്പിച്ചുകൊണ്ട് അവരുടെ യജമാനന്മാരായ അറബി ഗോത്ര നേതാക്കളുടെ മുമ്പിൽ ഒരു സമരം പ്രഖ്യാപിച്ചില്ല, ബോധവൽക്കരണം നടത്തുകയായിരുന്നു. ഫിർഔനിന്റെ കൊട്ടാരത്തിന് മുമ്പിൽ നിലയുറപ്പിച്ചത് മൂസാ നബി അലൈഹിസ്സലാമാണ്. അദ്ദേഹം പറഞ്ഞത്, ഞങ്ങൾ നിങ്ങളുടെ രക്ഷിതാവിൻ്റെ ദൂതന്മാരാണ്, അതുകൊണ്ട് ഞങ്ങളുടെ കൂടെ ഇസ്രായേല്യരെ വിട്ടയക്കണം, അവർക്ക് സ്വാതന്ത്ര്യം നൽകണം. അതിൻ്റെ ശേഷം അദ്ദേഹം പറഞ്ഞത്, ഇനി അവരെ ശിക്ഷിക്കരുത്, ഇനി അവരെ മർദ്ദിക്കരുത്. ഫർസൽ മാന ബനി ഇസ്രായേൽ വലാ തുഅദ്ദിബുഹും, ഇസ്രായേൽ മക്കളെ ഞങ്ങളുടെ കൂടെ അയച്ചു തരണം, ഇനി അവരെ ശിക്ഷിക്കരുത്. അവരെ ശിക്ഷിക്കുവാൻ ഒരുങ്ങുന്നതിന് മുമ്പ് ആ ബനു ഇസ്രായേലിൻ്റെ മുമ്പിൽ നിലയുറപ്പിച്ചത് മൂസാ നബി അലൈഹിസ്സലാമായിരുന്നു. എന്നെ എന്തെങ്കിലും ചെയ്തിട്ടേ ഇവരെന്തെങ്കിലും ചെയ്യാൻ പാടുള്ളൂ. അങ്ങനെ ഒരു നേതാവുണ്ടോ ഈ ലോകത്ത് നമുക്ക്? അനുയായികളെ ആട്ടിത്തെളിച്ച് മുമ്പോട്ടയച്ച് സുഖകരമായി വീട്ടിലും കൊട്ടാരത്തിലും അല്ലെങ്കിൽ ഓഫീസുകളിലും സുഖിച്ചിരിക്കുന്ന നേതാക്കളെ അല്ലാതെ തല്ലും കുത്തും കൊള്ളാൻ വേണ്ടിയിട്ട് അനുയായികളെ വിട്ടയക്കുമ്പോൾ അവരുടെ മുമ്പിൽ നിലയുറപ്പിച്ചുകൊണ്ട് എനിക്ക് തല്ലുകൊണ്ടിട്ടല്ലാതെ നിങ്ങൾക്ക് തല്ലുകൊള്ളുകയില്ല എന്ന് പറയുന്ന ഒരു നേതാവിനെ ചൂണ്ടിക്കാണിക്കുവാൻ മനുഷ്യനിർമ്മിത പ്രസ്ഥാനങ്ങളിൽ എവിടെയെങ്കിലും നമുക്ക് ഉണ്ടോ? എവിടെയെങ്കിലും ഉണ്ടോ? ഇതൊരു ചോദ്യം മാത്രമാണ്, മറുപടി പറയാനുള്ളതല്ല. പക്ഷേ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിൻ്റെ ശൈലിയും രീതിയും അതായിരുന്നില്ല. ആദ്യമായി നടന്ന ഏറ്റുമുട്ടൽ ശക്തമായിരുന്നു, വളരെ വലുതായിരുന്നു. പക്ഷേ നാം വിചാരിക്കുന്നത് പോലെ കോടിക്കണക്കിന് മനുഷ്യരെ കൊല ചെയ്തതൊന്നുമായിരുന്നില്ല. ഗസ്വത്ത് ബദർ, ബദർ യുദ്ധം. ആ ബദർ യുദ്ധം നയിച്ചത് ആരായിരുന്നു? സർവ്വസൈന്യാധിപൻ അതിലാരാണ്? ഉമറുണ്ടായിരുന്നു. അവിടെ യുദ്ധതന്ത്രജ്ഞനായ അലിയോട് ഉണ്ടായിരുന്നു. വീരശൂരനായ ഹംസ ഉണ്ടായിരുന്നു. ശൂരന്മാരായ ഔസ് ഖസ്റജ് ഗോത്രങ്ങളിലെ പ്രഗത്ഭരായ പോരാളികൾ ഉണ്ടായിരുന്നു. ബദർ, ആ ബദറിൻ്റെ സർവ്വസൈന്യാധിപൻ മുഹമ്മദ് നബി ആയിരുന്നു. മുഹമ്മദ് നബി പ്രവാചകനാണ്, മുഹമ്മദ് നബി നായകനാണ്, മുഹമ്മദ് നബി പള്ളിയിലെ ഇമാമാണ്, മുഹമ്മദ് നബി ബദറിലെ സർവ്വസൈന്യാധിപനുമാണ്. ഏൽപ്പിച്ചു കൊടുത്തില്ല ആരെയും, അനുയായികളെ ഏൽപ്പിച്ചില്ല. ഉഹദും അങ്ങനെയാണ്. നടന്ന യുദ്ധങ്ങൾ, പ്രവാചകൻ പങ്കെടുത്ത നടന്ന യുദ്ധങ്ങളൊക്കെ സർവ്വസൈന്യാധിപൻ അദ്ദേഹമായിരുന്നു. ഈ ഭൂലോകത്തിൻ്റെ ചരിത്രത്തിൽ എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു മനുഷ്യപ്രസ്ഥാനം, മനുഷ്യനിർമ്മിത പ്രസ്ഥാനം സമരം നയിച്ചപ്പോൾ ആ സമരത്തിൻ്റെ മുമ്പിൽ സർവ്വസൈന്യാധിപനായി നിന്ന ചരിത്രമുണ്ടോ? പക്ഷെ സമരങ്ങളിൽ പോലുമില്ല, യുദ്ധങ്ങളിൽ ഒട്ടുമില്ല. രണ്ടാം ലോക ഭീകരയുദ്ധവും ഒന്നാം ലോക ക്രൂരയുദ്ധവും നടന്നല്ലോ. 1 കോടി മനുഷ്യർ കൊല ചെയ്യപ്പെട്ട, 5 കോടി മനുഷ്യർ കൊല ചെയ്യപ്പെട്ട യുദ്ധങ്ങളായിരുന്നു അത്. അത് നയിച്ച ആ യുദ്ധം പ്രഖ്യാപിച്ച ഭരണാധികാരികൾ ആരെങ്കിലും ആ രണാങ്കണത്തിലോ പോർക്കളത്തിലോ എവിടെയെങ്കിലും ഉണ്ടായിരുന്നോ? ചർച്ചിലുണ്ടായിരുന്നോ?
അതേപോലെ അമേരിക്കയും USSR ഒക്കെ ഉൾപ്പെടെ ഒന്നിച്ച് സഖ്യകക്ഷികളായി ജപ്പാനിനും ജർമ്മനിക്കും എതിരിൽ തിരിഞ്ഞപ്പോൾ ആരായിരുന്നു ആ യുദ്ധം നയിച്ചിരുന്നത് ചോദിച്ചാൽ പട്ടാളക്കാരായിരുന്നു. പട്ടാളക്കാർ ആ രാജ്യത്തിലെ ശമ്പളക്കാരായിരുന്നു. കൊല്ലാനും മരിക്കാനും അവരായിരുന്നു ഉണ്ടായിരുന്നത്. പ്രവാചകൻ നയിക്കുകയാണ്. പ്രവാചകൻ സർവസൈന്യാധിപനാണ്. അതാണ് ഇസ്ലാമിൻ്റെ സമരരീതി. അതാണ് ഇസ്ലാം നമ്മുടെ മുമ്പിൽ കാണിച്ചു തന്നത്. അതെങ്ങനെയെന്ന് ചോദിച്ചാൽ ആ സമൂഹത്തിൽ ആ പ്രവാചകന്മാർ വളർത്തിയെടുത്തത് അവകാശവാദമായിരുന്നില്ല, ചുമതലാബോധമായിരുന്നു. അവകാശവാദം മാറ്റിവെച്ച് ചുമതലാബോധമുള്ള ഒരു സമൂഹത്തെ വളർത്തിയെടുക്കുവാൻ പ്രവാചകന്മാർക്ക് കഴിഞ്ഞപ്പോൾ അവകാശത്തിന് വേണ്ടി മുറവിളി കൂട്ടുന്ന ഒരു സമൂഹത്തെയല്ല, ചുമതലകൾ നിർവഹിക്കുവാൻ സന്നദ്ധരായി മുമ്പോട്ട് വരുന്ന ഒരു സമൂഹത്തെയാണ് ലോകത്തിന് സംഭാവന ചെയ്തത്. ഖുർആൻ വളർത്തിയെടുത്ത സമൂഹം അതായിരുന്നു. ഒരു രാജ്യം നയിക്കുന്നു. ആ നയിക്കുന്ന രാജ്യത്ത് നയിക്കുന്ന നായകൻ ഒരു കെട്ട് വിറകുമായി തലയിൽ ചുമന്ന് പോകുന്ന ഒരു വയസ്സായ പെണ്ണിൻ്റെ പിന്നാലെ, ഒരു തള്ളയുടെ ഒരു ഉമ്മയുടെ പിന്നാലെ ചെന്നിട്ട് ഉമ്മക്ക് എവിടെയാണ് പോകേണ്ടത്? മകനെ, എൻ്റെ വീട് കുറച്ച് അകലമാണ്. ഈ ഭാണ്ഡം ഉമ്മയെ വല്ലാതെ ഭാരമുള്ളതല്ലേ, വല്ലാതെ പ്രയാസപ്പെടുത്തുന്നുണ്ടല്ലോ. ഉണ്ട് മോനെ, എന്നാൽ അത് ഞാൻ ചുമന്നോളാം. ആ ഉമ്മയുടെ മുമ്പിൽ അത് ചുമന്നുകൊണ്ട് നടക്കുമ്പോൾ പിന്നിലേക്ക് നിന്ന് വഴി എനിക്കറിഞ്ഞുകൂടാ, നിങ്ങൾ കാണിച്ചതാ. ആ ഉമ്മയുടെ വീട്ടിലെത്തുന്നത് വരെ അത് ചുമന്ന് അവിടെ കൊണ്ടുപോയി ഇറക്കി വെച്ച്, വല്ലാത്ത ഉപകാരം മകനെ നീ ചെയ്തത്. എനിക്ക് മകനോടൊരു ഉപദേശമുണ്ട്. ഇവിടെ ഒരു പുതിയ ആൾ വന്നിട്ടുണ്ട്, മുഹമ്മദ് എന്നാണ് അവൻ്റെ പേര്. അവൻ്റെ വലയത്തിൽ നീ പെട്ടുപോകല്ല മകനെ, നീ നല്ല കുഞ്ഞാനട്ടോ എന്നാ ഉമ്മ പറഞ്ഞപ്പോൾ ഉമ്മ, ആ മുഹമ്മദ് ഞാനാണല്ലോ എന്നായിരുന്നു മറുപടി. മകനെ, നീയാണോ ആ മുഹമ്മദ്? കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു, എന്നാ ഞാനുണ്ട് നിൻ്റെ കൂടെ. അപ്പം തന്നെ ആ മുഹമ്മദിൻ്റെ കൂടെ വരികയാണ്. ആരാണത്? നമ്മൾ പറയാറില്ലേ, ആലങ്കാരികമായിട്ടെങ്കിലും എല്ലാവരും പറയാറുണ്ടല്ലോ, ലോകാനുഗ്രഹിയായ മനുഷ്യൻ. ആ ലോകാനുഗ്രഹിയായ പടച്ചവൻ്റെ ഹബീബായ മുഹമ്മദ് നബിക്ക് പ്രവാചകനായിരിക്കെ ആ ഉമ്മയുടെ വിറകും കെട്ടി ചുമക്കുന്നതിന് ഒരു പ്രയാസവും ഉണ്ടായില്ല. അമീറുൽ മോമിനി എന്ന് പറഞ്ഞപ്പോൾ ഇയാൾ ഞെട്ടിപ്പോയി. ഉമർ പറഞ്ഞു, അല്ല, സയ്യിദുൽ ഖൗമി ഖാദിമുഹും, ഒരു സമൂഹത്തെ നയിക്കുന്നവൻ അവരുടെ പരിചാരകനാണ്. പ്രവാചകൻ അങ്ങനെ പഠിപ്പിച്ചതാണ്, ഞാൻ നിങ്ങളുടെ പരിചാരകനാണ്. ആരാണ് ഈ ഉമർ? ഇസ്ലാം വരുത്തിയ, ഖുർആൻ വരുത്തിയ വിപ്ലവത്തിലേക്ക് കടന്നു പോകുന്നതിന് മുമ്പ് ചിന്തിക്കുവാൻ വേണ്ടി ചിലത് സൂചിപ്പിച്ചതാണ്. എവിടെ നിന്നാണ് അവർ വന്നത്? ഖുർആനിൻ്റെ അവതരണത്തിന് മുമ്പ് അവരാരായിരുന്നു? അവരെന്തൊക്കെ ചെയ്തിരുന്നു? എന്തായിരുന്നു അവരുടെ സ്വഭാവം? ഇത് നാം ഓരോന്നോരോന്നായി മനസ്സിലൂടെ കടത്തിക്കൊണ്ടു പോകണം. എല്ലാം വിവരിക്കുവാൻ എനിക്ക് സമയമുണ്ടാവുകയില്ല. ഉച്ചനീചത്വം അന്ന് നിലവിലുണ്ടായിരുന്നു. അന്ധവിശ്വാസം അതിൻ്റെ മൂർധന്യത്തിലെത്തിയിരുന്നു. അനാചാരങ്ങൾ സദാചാരങ്ങളായി മാറിയിരുന്നു. അക്രമങ്ങൾ, മർദ്ദനങ്ങൾ അവരുടെ നിത്യത്തൊഴിലായിരുന്നു. പൗരോഹിത്യം അതവിടെ നിറഞ്ഞു തുളുമ്പി നിൽക്കുകയായിരുന്നു. മുതലാളിത്വം എന്ന് പറയുന്ന മീശക്കൊമ്പൻ്റെ മുതലാളിത്വവും അവിടെ ഉണ്ടായിരുന്നു. അജ്ഞത അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയത് അജ്ഞതയായിരുന്നു, വിവരമില്ലായ്മ. അതേപോലെ വിവേചനം,
മനുഷ്യർക്കിടയിലെ, ജീവജാലങ്ങൾക്കിടയിലെ, സൃഷ്ടിജാലങ്ങൾക്കിടയിൽ വിവേചനം എന്ന് പറഞ്ഞൊരു സംഗതി ഇല്ലെങ്കിലും അന്നത് നിലവിലുണ്ടായിരുന്നു. ഇപ്പറഞ്ഞതൊക്കെ ഇന്നും അതിൻ്റെ പൂർണ്ണ രൂപത്തിൽ നിലനിൽക്കുന്നുണ്ട്. ഇതിൽ നിന്നാണ് ഇവരെ മാറ്റിയെടുക്കുന്നത്. അവരുടെ ജീവിതത്തിലെ ഇത്തരം ദുർഗുണങ്ങളൊക്കെ, ഞാൻ എണ്ണിയതും ഇനി എണ്ണാനുള്ളതുമായ ദുർഗുണങ്ങളൊക്കെ പ്രവാചകൻ ഖുർആനിലൂടെ ഇല്ലാതാക്കി. ലഖദ് മന്നല്ലാഹു അലൽ മുഅ്മിനീൻ ഇദ് ബഅസ ഫീഹിം റസൂലൻ മിൻ അൻഫുസിഹിം. മുഅ്മിനുകൾക്ക് അല്ലാഹു ചെയ്ത അനുഗ്രഹം ഓർത്തു നോക്കൂ. തീർച്ചയായും അനുഗ്രഹം ചെയ്തിട്ടുണ്ട്. അവരുടെ അംഫുസിൽ നിന്ന്, അവരിൽ നിന്ന് നല്ല വന്ന്, അവരുടെ നഫ്സുകളിൽ നിന്ന്, അവരുടെ കൂട്ടത്തിൽ നിന്നൊരാളെ പ്രവാചകൻ ദൂതൻ യത്ലു അലൈഹിം ആയാത്ത്, ദൈവത്തിൻ്റെ ദൃഷ്ടാന്തങ്ങൾ, അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങൾ അവർക്ക് വിവരിച്ചു കൊടുക്കുന്നു. അത് വിവരിച്ചു കൊടുക്കുന്ന സമയത്ത് പടച്ച തമ്പുരാൻ പടച്ചിട്ടുള്ള മുഴുവൻ സൃഷ്ടിജാലങ്ങളും ആ ജനതയുടെ ദൈവങ്ങളായിരുന്നു. മനസ്സിലാകാൻ വേണ്ടി മർഹൂം CH മുഹമ്മദ് കോയ സാഹിബ് അവറുകളുടെ ഒരു വാചകം ഞാൻ നിങ്ങളെ കേൾപ്പിക്കുകയാണ്. കല്ല്, കരട്, കാഞ്ഞിരക്കുറ്റി മുതൽ മുള്ള്, മുരട്, മൂർഖൻ പാമ്പ് വരെ അദ്ദേഹം പറഞ്ഞതാ അവരുടെ ദൈവങ്ങളായിരുന്നു. വീട്ടിൽ ദൈവം, നാട്ടിൽ ദൈവം, അവരുടെ പൂജാകേന്ദ്രങ്ങളിൽ ദൈവം, യാത്ര പോകുമ്പോൾ അവർ വിശ്രമിക്കുന്ന സ്ഥലത്ത് 4 കല്ലുകൾ എടുത്തു വച്ചിട്ട് അതിലേറ്റവും ഭംഗിയുള്ളതിനെ ദൈവമാക്കി മാറ്റിവെച്ച് 3 കല്ലുകൾ അടുപ്പിച്ച് വെച്ചുകൊണ്ട് അടുപ്പാക്കി ഭക്ഷണമുണ്ടാക്കുന്ന സ്വഭാവം അന്നത്തെ ആ മേഖലയിൽ ജീവിക്കുന്ന ആളുകളുടേതായിരുന്നു. നടന്നു പോകുന്ന വഴിയിൽ മിന്നിത്തിളങ്ങുന്ന ഒരു വെള്ളാരം കണ്ടാൽ അത് ദൈവമാണെന്ന് സങ്കല്പിച്ചുകൊണ്ട് അതെടുത്ത് അതിൻ്റെ മുമ്പിൽ പൂജ നടത്തുകയായിരുന്നു അവർ. അതിനേക്കാൾ ഭംഗിയുള്ള വേറൊരു കല്ല് കിട്ടിയാൽ ഇത് കളഞ്ഞ് അതെടുക്കുമായിരുന്നു. പന്തലിച്ചു നിൽക്കുന്ന ഒരു മരത്തിൻ്റെ ചുവട്ടിലൂടെ കടന്നു പോകുമ്പോൾ അതിനെ ദൈവമായി അവർ പൂജിച്ചിരുന്നു. വെള്ളത്തിൽ ഊളിയിടുന്ന മത്സ്യങ്ങളും അന്തരീക്ഷത്തിൽ പറക്കുന്ന പറവകളും ഭൂമിയിൽ ഇഴഞ്ഞു നടക്കുന്ന ജീവജാലങ്ങളും, എന്തിനേറെ പേര് പറയാൻ നമ്മൾ മടിക്കുന്ന പല ജീവികളും അവരുടെ പൂജിക്കപ്പെടുന്ന വസ്തുക്കളായിരുന്നു. അങ്ങനെയുള്ള ജീവികൾ മാത്രമല്ല, മനുഷ്യൻ മറച്ച് ആളുകളുടെ മുമ്പിൽ വെളിവാക്കാത്ത അവയവങ്ങൾ പോലും അവരുടെ ദൈവങ്ങളായിരുന്നു. നമുക്ക് മലയാളത്തിൽ പറയാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ആകാശത്തിൽ ഉദിച്ചുയർന്ന സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും ഒക്കെ അവരുടെ ദൈവങ്ങളായിരുന്നു. മനുഷ്യരുൾപ്പെടെ, ജീവജാലങ്ങൾ ഉൾപ്പെടെ, സൃഷ്ടിജാലങ്ങൾ ഉൾപ്പെടെ കണ്ണിൻ്റെ മുമ്പിൽ തട്ടിയിട്ടുള്ളതൊക്കെ ദൈവങ്ങളായി സങ്കല്പിച്ചിരുന്ന ഒരുപാട് ദൈവങ്ങളെ വിശ്വസിച്ചിരുന്ന ആളുകൾ, അവയുടെയൊക്കെ മുമ്പിൽ സാഷ്ടാംഗം ചെയ്തിരുന്നവർ, തലകുരിച്ചിരുന്നവർ, ദൈവത്തിൻ്റെ ദൃഷ്ടാന്തങ്ങൾ അവരെ കേൾപ്പിച്ച് മാറ്റിയെടുത്തപ്പോൾ ലോകത്തിലെ വൻ ശക്തികളുടെ യജമാനന്മാരുടെ മുമ്പിൽ പോലും തലകുനിക്കുവാൻ അവർ സന്നദ്ധരായില്ല. പേർഷ്യൻ ചക്രവർത്തിയുടെ കൊട്ടാരത്തിലേക്ക് ക്ഷണിക്കപ്പെട്ടതുകൊണ്ട് കടന്നു ചെന്ന ഉമറിൻ്റെ സർവ്വസൈന്യാധിപൻ പേർഷ്യൻ ചക്രവർത്തിയുടെ കൊട്ടാരത്തിലെ ദർബാറിലൂടെ, അദ്ദേഹത്തിൻ്റെ മുമ്പിൽ വിരിച്ചിട്ടുള്ള പരവതാനിയിലൂടെ കുതിരപ്പുറത്ത് നിറങ്ങാതെ കുന്തവും കയ്യിൽ പിടിച്ചുകൊണ്ട് നേരെ ചക്രവർത്തിയുടെ മുമ്പിൽ ചെന്നുകൊണ്ട് ആ കുന്തം നിലത്ത് കുത്തി ചാടിയിറങ്ങിയിട്ട് രാജാവിന് നേർക്കുനേരെ നിന്നുകൊണ്ട് സംസാരം ആരംഭിച്ച മഹാനായ ആ സഹാബിയോട് നിങ്ങൾ ആരാണെന്ന് ചോദിച്ചു. ഞാൻ അങ്ങകലെ മദീനയിൽ നിന്ന് വരികയാണ്, ഉമറിൻ്റെ ദൂതൻ.
ഇവിടെ കുറച്ച് ദൂരത്ത് നിന്റെ കുതിര നിർത്തിയിട്ട് ആയുധമൊക്കെ അവിടെ വെച്ചിട്ട് രാജാവിൻ്റെ മുമ്പിലേക്ക് തലകുനിച്ച് ചെല്ലണമെന്നായിരുന്നു കൊട്ടാര കാവൽ ഭടന്മാരുടെ നിർദ്ദേശം. അതിന് ഞാനില്ല, എന്നാ ഞാൻ തിരിച്ചു പോവുകയാണെന്ന് പറഞ്ഞപ്പോൾ രാജാവ് തന്നെ വരാൻ പറഞ്ഞതാ. എന്തിനാണ് നിങ്ങൾ വന്നത്? ഇത് കണ്ടോ, നിന്റെ മുമ്പിൽ തലകുനിച്ച് നിൽക്കുന്ന മനുഷ്യർ. നീ ഈ ഭൂമിയിൽ വന്നതുപോലെ തന്നെ ഈ ഭൂമിയിൽ വന്നവരാണ് അവർ. നിന്നെ നിന്റെ ഉമ്മ പ്രസവിച്ചതുപോലെ ഇവരെയും ഓരോ ഉമ്മമാര് പ്രസവിച്ചതാണ്. നിന്റെ കൊട്ടാരത്തിന്റെ മുമ്പിൽ, നിന്റെ ദർബാറിൽ തലകുനിച്ചു നിൽക്കുന്നു അവർ. ഈ തല നിന്റെ മുമ്പിൽ കുനിയാനുള്ളതല്ല. ഇത് ലോകരക്ഷിതാവായ അള്ളാഹുവിന്റെ മുമ്പിൽ മാത്രമേ കുനിയാൻ പാടുള്ളൂ. അത് പറയാൻ വന്നതാണ് ഞാൻ. നിന്റെ മുമ്പിൽ തലകുനിച്ചു നിൽക്കുന്ന ഇവരെ തല ഉയർത്തിപ്പിടിച്ച് നിന്റെ മുമ്പിൽ നിൽക്കുന്നവരാക്കി മാറ്റാൻ, നിന്റെ മുമ്പിൽ തലകുനിക്കരുത് എന്ന് പറയുന്ന നീതിമാനായ ഒരു ഭരണാധികാരിയായി നീ മാറാൻ, അതിനാണ് ഞങ്ങൾ വന്നത്. ഈ തല ഇവർ ഉയർത്തിപ്പിടിക്കണം. നിന്റെ മുമ്പിലല്ല ഇത് കുനിയേണ്ടത്. ഈ തല നീ പടച്ചതല്ല, ഇവരെ നീ പടച്ചതല്ല. ഇവർക്ക് തിന്നാനും കുടിക്കാനും കൊടുക്കുന്ന വിഭവങ്ങൾ ഈ മണ്ണിൽ നീ ഉണ്ടാക്കിയതല്ല. ലോകരക്ഷിതാവായ ദൈവം തമ്പുരാൻ ഉണ്ടാക്കിയതാണ്. പടച്ചവന്റെ വായു നിന്റെതല്ല, അവർ ശ്വസിക്കുന്നു. പടച്ചവൻ നൽകിയ വെള്ളം അവർ കുടിക്കുന്നു. പടച്ചവൻ നൽകിയ ഭക്ഷണം അവർ കഴിക്കുന്നു. അതൊന്നും നീ കൊടുത്തതല്ല. പിന്നെ ഇവര് നിന്നെപ്പോലെ സ്വതന്ത്രരായി ഉമ്മയുടെ ഗർഭാശയത്തിൽ നിന്ന് ഭൂമിയിൽ ജനിച്ചവർ നിന്റെ മുമ്പിൽ തലകുനിക്കുന്നത് എന്തിന്? അതുകൊണ്ട് തലകുനിക്കാത്തവരാക്കി ഇവരെ മാറ്റാനും ബോധവൽക്കരണത്തിലൂടെ എൻ്റെ മുമ്പിൽ നിങ്ങൾ തലകുനിക്കരുത് എന്ന് പറയുന്നവനാക്കി ഭരണാധികാരിയായ നിന്നെ മാറ്റാനും വന്നവരാണ് ഞങ്ങൾ. അതിനാണ് ഞങ്ങൾ വന്നത്. ഞങ്ങൾക്ക് വേണ്ട നിന്റെ ഭൂമി, ഞങ്ങൾക്ക് വേണ്ട നിന്റെ സ്വത്ത്, ഞങ്ങൾക്ക് വേണ്ട നിന്റെ നാട്ടിലെ വിഭവങ്ങളൊന്നും ഞങ്ങൾക്ക് വേണ്ട. ലോകരക്ഷിതാവായ ദൈവം തമ്പുരാൻ നൽകിയ വിഭവങ്ങൾ അവന്റെ സൃഷ്ടിജാലങ്ങൾക്ക് വിതരണം ചെയ്തുകൊണ്ട് അവരിൽ ഒരുവനായി നിനക്ക് ജീവിക്കുവാൻ കഴിയുമോ? എങ്കിൽ നിന്റെ നാട് നിന്നെ ഏൽപ്പിക്കാം. അതല്ലെങ്കിൽ ഈ ജനങ്ങൾക്ക് സ്വാതന്ത്ര്യം നൽകുവാൻ നീയുമായി ഞങ്ങൾ ഏറ്റുമുട്ടും. എന്തിനാണ് ഞങ്ങൾ വന്നതെന്നോ? മനുഷ്യരെ മോചിപ്പിക്കുവാൻ, മനുഷ്യരുടെ അടിമത്വത്തിൽ നിന്ന് മോചിപ്പിക്കുവാൻ. മനുഷ്യൻ മനുഷ്യന്റെ അടിമയാകാൻ പാടില്ല. മനുഷ്യൻ ഒരു സൃഷ്ടിയുടെയും അടിമയാകാൻ പാടില്ല. അവൻ അടിമയാണ്. ഏതടിമ? സ്വതന്ത്രനായ അടിമ, ദൈവം തമ്പുരാന്റെ മാത്രം അടിമ. നീയും അടിമയാണ്, ഇവരും അടിമയാണ്, അടിമകളാണ്. ലോകരക്ഷിതാവായ അള്ളാഹുവിന്റെ അടിമകൾ. അതാണ് സ്വാതന്ത്ര്യം. ആ സ്വാതന്ത്ര്യം ഇവർക്ക് നേടിത്തരണം, കൊടുക്കണം, നിനക്കും നേടിത്തരണം. അതിന് വന്നതാണ് ഞങ്ങൾ. അതാണ് ഞങ്ങളുടെ ലക്ഷ്യം. ഞങ്ങൾ എന്തിനു വന്നു എന്ന നിന്റെ ചോദ്യമില്ലേ? മനുഷ്യരുടെ അടിമത്തത്തിൽ നിന്ന് മനുഷ്യരെ മോചിപ്പിക്കുവാൻ. നിങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള, പടച്ചു വെച്ചിട്ടുള്ള കിരാതമായ മതനിയമങ്ങളിൽ നിന്ന് ദൈവീക നീതിയുടെ വിശാലതയിലേക്ക് മനുഷ്യരെ നയിക്കാൻ ഞങ്ങൾ വന്നു. അതേപോലെ ഐഹിക ജീവിതം ക്ഷണികമാണ്, നിസ്സാരമാണ്. ബഹുമാന്യനായ ഖുർആൻ പണ്ഡിതൻ സലീം മൗലവി കേൾപ്പിച്ചില്ലേ? നിസ്സാരമാണത്. ഐഹിക ജീവിതത്തിന്റെ ഇടുക്കിൽ നിന്ന്, കുടുക്കിൽ നിന്ന്, കുടിസിൽ നിന്ന് അനന്തമായ പാരത്രിക ജീവിതത്തിന്റെ വിശാലതയിലേക്ക് നിങ്ങളെ നയിക്കാൻ ഞങ്ങൾ വന്നു. അതിനാണ് ഞങ്ങൾ വന്നത്. ആരാണ് ഈ പറഞ്ഞത്? ഒരു സാധാരണക്കാരനായ അറബി. ആ സാധാരണക്കാരനായ അറബിയിൽ ദൈവിക ദൃഷ്ടാന്തങ്ങളുടെ അതിശക്തമായ സ്വാധീനം. കല്ല്, കരട്, കാഞ്ഞിരക്കുറ്റി മുതൽ മുള്ള്, മുരട്, മൂർഖൻ പാമ്പ് വരെയുള്ള സകല സൃഷ്ടിജാലങ്ങളുടെയും മുമ്പിൽ തലകുനിച്ചിരുന്ന അറബി ലോകരക്ഷിതാവായ അള്ളാഹുവിൻ്റെ മുമ്പിലല്ലാതെ തലകുനിക്കുകയില്ല എന്ന് തീരുമാനമെടുത്തുകൊണ്ട് ലോകം കിടിലം കൊള്ളിച്ച കിസ്ര ചക്രവർത്തിയുടെ
കൊട്ടാരത്തിലേക്ക് കടന്നു ചെല്ലുകയാണ്. ആരാണ് മാറ്റം ഉണ്ടാക്കിയത്? ഖുർആൻ. ആ മാറ്റം ഖുർആൻ തുടങ്ങി. നമ്മൾ കേട്ടുവല്ലോ, ബഹുമാന്യനായ അമീർ അവറുകളുടെ പ്രസംഗത്തിൽ മനുഷ്യരൊന്നാണ്. ആരാണ് ആ സന്ദേശം ലോകത്തിൻ്റെ മുമ്പിൽ വെച്ചത്? ഇസ്ലാം. അതിൻ്റെ അവസാനത്തെ രൂപം ലോകത്തിൻ്റെ മുമ്പിൽ സമർപ്പിച്ചത് ഖുർആൻ. ഖുർആൻ മാത്രമല്ലല്ലോ, പടച്ച തമ്പുരാൻ്റെ ദിവ്യ ഗ്രന്ഥം ഒരുപാട് വേറെയും പടച്ചവന് ദിവ്യഗ്രന്ഥങ്ങൾ ഉണ്ടായിരുന്നു. അതിൻ്റെ കോലത്തിൽ ഇപ്പോൾ അവശേഷിക്കുന്നുണ്ടോ ഇല്ലേ എന്നത് നമ്മുടെ ചർച്ചാ വിഷയമല്ല. ആ ഖുർആൻ പണ്ട് തന്നെ നബി പറഞ്ഞ, പ്രവാചകൻ പഠിപ്പിച്ചു തന്ന അതേ കാര്യം ഖുർആൻ ആവർത്തിച്ചു. മനുഷ്യരെ, ഒരു ശരീരത്തിൽ നിന്ന് നിങ്ങളുടെ സൃഷ്ടിപ്പ് ആരംഭിച്ചു. ആ ശരീരത്തിൽ നിന്ന് അതിൻ്റെ ഇണയെ പടച്ചു. ആ ഇണയിൽ നിന്ന് ധാരാളം ഇണകളെ പടച്ചു. ഇണ എന്ന് പറയുമ്പോൾ രണ്ടെണ്ണം വേണമല്ലോ. അപ്പൊ നമുക്ക് ഇണയും തുണയും എന്ന് പറയാം. ധാരാളം ഇണതുണകളായി നിങ്ങൾ തുടക്കം ഒന്നിൽ നിന്നാണ്. ഒന്ന് രണ്ടില്ല. അതാണ് ഒന്നും എത്രയെന്ന് ചോദിച്ചാൽ ഇമ്മണി വലിയ ഒന്ന് എന്ന് മഹാനായ മർഹൂം വൈക്കം മുഹമ്മദ് ബഷീർ മറുപടി പറഞ്ഞു. നമുക്കത് മനസ്സിലായിട്ടുണ്ടാവില്ല. നമുക്ക് തോന്നിയത് അദ്ദേഹത്തിന് കണക്കറിയാത്തത് കൊണ്ട് മൂപ്പർ അങ്ങനെ പറഞ്ഞാണ്. പഠിക്കണ കാലത്ത് അതും ആവാം. പക്ഷെ അദ്ദേഹം പറഞ്ഞത് ഒന്നും കൂടിച്ചേർന്നാൽ കുറച്ചുകൂടി വലിയ ഒന്നേ ആകാൻ പാടുള്ളൂ, രണ്ടാകരുത് എന്നാ പറഞ്ഞത്. അള്ളാഹുവിന് ഈ മണ്ണിൽ നിന്ന് ആദമനെ പടക്കാൻ കഴിഞ്ഞു. മണ്ണിൽ നിന്ന് തന്നെ ഇണയെയും പടക്കാമായിരുന്നു. പടച്ചോൻ പറഞ്ഞത് വഖലഖ മിൻഹാ സൗജഹ, ആ ഒരു ശരീരത്തിൽ നിന്ന് അതിൻ്റെ ഇണയെ പടച്ചു എന്നാണ്. എന്നിട്ട് ധാരാളം ഇണകളെയും തുണകളെയും വിതറി. എന്നിട്ട് രണ്ടാമത്തത് പറഞ്ഞത്, സമൂഹമായി നിങ്ങൾ ജീവിക്കുമ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞ ബാധ്യതകളും അവകാശങ്ങളും അവിടെ ചർച്ചാ വിഷയമാകും. അവകാശങ്ങളെക്കുറിച്ചും ബാധ്യതകളെക്കുറിച്ചും ചർച്ച വരുമ്പോൾ അവകാശ ബാധ്യതകൾ നിർണയിക്കുവാൻ നിങ്ങൾ കാലികമായി നിയമങ്ങൾ കണ്ടെത്തേണ്ടി വരും. ആ നിയമങ്ങൾ കണ്ടെത്തുമ്പോൾ രണ്ടടിസ്ഥാനങ്ങൾ പരിഗണിച്ചുകൊണ്ട് മാത്രമേ നിങ്ങൾക്ക് സമൂഹത്തിന് നിയമനിർമ്മാണം നടത്താൻ പാടുള്ളൂ. അതൊന്നാമത്തെ അടിസ്ഥാനം, ദൈവിക നിയമങ്ങൾക്ക് വിരുദ്ധമായി നിങ്ങൾ നിയമങ്ങൾ ഉണ്ടാക്കരുത്. രണ്ടാമത്തെ അടിസ്ഥാനം, ലോകത്തുള്ള മനുഷ്യരൊക്കെ ഒരു കുടുംബത്തിലെ അംഗങ്ങളാകുന്നു എന്ന് പറയുന്ന വിശാലമായ കുടുംബ ബന്ധം. വത്തഖുല്ലാഹല്ലദീ തസാഅലൂന ബിഹി വൽ അർഹാം, അതാണ് ആശയം. അപ്പൊ ഒന്നാണ് മനുഷ്യർ. ആ ഒന്ന് എന്ന മനസ്സോടുകൂടി ലോകത്താർക്കും ആരെക്കാളും വലുപ്പവും ചെറുപ്പവുമില്ല. ആരും ആരെക്കാളും വലിയവരല്ല, ചെറിയവരുമല്ല. ഒരു മേഖലയിൽ ഒരാൾ വലിയവൻ, മറ്റൊരു മേഖലയിൽ അദ്ദേഹം ചെറിയവൻ. ഒരാൾ പണ്ഡിതൻ ഒരു മേഖലയിൽ, മറ്റേയാൾ ആ മേഖലയിൽ പാമരൻ. ആ പാമരൻ ഒരു മേഖലയിൽ ഇയാളെക്കാൾ വലിയ പണ്ഡിതൻ. ഡോക്ടറുടെ മുമ്പിൽ എഞ്ചിനീയർ വിവരമില്ലാത്തവനാണ്, എഞ്ചിനീയറുടെ മുമ്പിൽ ഡോക്ടർ വിവരമില്ലാത്തവനാണ്. അപ്പോൾ പാണ്ഡിത്യം, കഴിവ്, ശക്തി, ആരോഗ്യം, ബുദ്ധിശക്തി തുടങ്ങി സാമ്പത്തിക ശേഷി ഉൾപ്പെടെ ഇതൊക്കെ ആപേക്ഷികമാണ്. ആരും ആരെക്കാളും വലിയവരല്ല, ആരും ആരെക്കാളും ചെറിയവരുമല്ല. അതുകൊണ്ട് തന്നെ ആരാണ് നിങ്ങളുടെ നേതാവ് മുഹമ്മദ് എന്ന് ചോദിക്കേണ്ട നിർബന്ധിതാവസ്ഥ വിദേശത്തുനിന്ന് വരുന്ന നിവേദക സംഘത്തിനുണ്ടായി. സദസ്സിലേക്ക് വരുമ്പോൾ ഉമറും അബൂബക്കറും ഉസ്മാനും അലിയും, അതേപോലെ ബിലാലും സുഹൈബും സൽമാനും അബൂ ഹുറൈറയും ഒക്കെയുള്ള, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് പോലെയുള്ള ആൾക്കാർ, കോടീശ്വരന്മാരും, ഉടുതുണിക്ക് മറുതുണിയില്ലാത്ത അമ്മാറും യാസറിൻ്റെ കുടുംബവുമൊക്കെ,
അതിൻ്റെ നടുക്കിരിക്കുന്ന ഒരാൾ, അല്ലെങ്കിൽ അവരുടെ കൂട്ടത്തിൽ ഒരാൾ, ആ സമൂഹത്തിലെ ഒരുവൻ, 1000-ൽ ഒരുവൻ, ആൾക്കൂട്ടത്തിൽ ഒരുവൻ. ആരാണ് നിങ്ങളുടെ നേതാവ് മുഹമ്മദ്? ചോദിക്കേണ്ട നിർബന്ധിതാവസ്ഥ വിദേശത്തുനിന്ന് വന്ന നിവേദക സംഘത്തിനുണ്ടായിട്ടുണ്ടെങ്കിൽ ഇല്ല, നിങ്ങളുടെ ജീവിതത്തിനിടയിൽ ഞാൻ നിങ്ങളിൽ നിന്ന് വ്യത്യസ്തനായി ഒരുത്തനല്ല എന്ന് ജീവിതത്തിലൂടെ തെളിയിക്കുകയായിരുന്നു മുഹമ്മദ് നബി. ഞാൻ നിങ്ങളിൽ നിന്ന് വ്യത്യസ്തനല്ല, എനിക്ക് നിങ്ങളിൽ നിന്ന് വ്യത്യാസമുണ്ടെങ്കിൽ പടച്ചതമ്പുരാന്റെ ബോധനം എനിക്ക് ലഭിക്കുന്നു എന്നത് മാത്രമാണ്. ഖുല്ലിന്നമാന ബശറും മിസ്ലുക്കും, പറയൂ, ഇവർക്ക് പറഞ്ഞു കൊടുക്കൂ, ഞാൻ നിങ്ങളെപ്പോലെ ഒരു മനുഷ്യൻ മാത്രമാണ്. പക്ഷേ ഞാനും നിങ്ങളും തമ്മിലൊരു വ്യത്യാസമുണ്ട്. യൂഹാ ഇലയ്യ അന്നമാ ഇലാഹുക്കും ഇലാഹും വാഹിദ്. എനിക്ക് ബോധനം ലഭിക്കുന്നു, നിങ്ങളുടെ ദൈവം ഒരുത്തൻ മാത്രമാകുന്നു എന്ന്. ഒരു ദൈവമേ നിങ്ങൾക്കുള്ളൂ എന്ന ബോധനം എനിക്ക് ലഭിക്കുന്നു. ആ അടിസ്ഥാനത്തിലുള്ള ബോധനം എനിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നു. ഇതല്ലാതെ ഞാനും നിങ്ങളും തമ്മിലൊരു വ്യത്യാസവുമില്ല. ഞാൻ നിങ്ങളിൽ ഒരാളാകുന്നു. എൻ്റെ വേഷത്തിൽ വ്യത്യാസമില്ല, എൻ്റെ ഭാഷയിൽ വ്യത്യാസമില്ല, എൻ്റെ ഭക്ഷണത്തിൽ വ്യത്യാസമില്ല, എൻ്റെ ജീവിത മേഖലയിൽ ഞാൻ സ്വീകരിക്കുന്ന വിഭവങ്ങളിൽ വ്യത്യാസമില്ല. നിങ്ങൾ എന്താണോ കുടിക്കുന്നത് അത് ഞാൻ കുടിക്കുന്നു, തിന്നുന്നത് ഞാൻ തിന്നുന്നു, ധരിക്കുന്നത് ഞാൻ ധരിക്കുന്നു. നിങ്ങളെപ്പോലെ ഒരുവൻ, നിങ്ങളിൽ ഒരുവൻ. അങ്ങനെ ഒരു ജനകീയനായി ആ പ്രവാചകനായി 23 കൊല്ലം ജീവിച്ചു. ജനങ്ങൾക്കിടയിൽ ജനകീയനായി ജീവിച്ചു. വ്യത്യാസമില്ല. അതായിരുന്നു ആ പ്രവാചകൻ അവർക്കിടയിൽ വരുത്തിയ മാറ്റങ്ങളുടെ സുപ്രധാനമായ ഒരു ഭാഗം, ഒരു തുടക്കം വന്നു. ഗോത്രമേധാവിത്വം നിലനിൽക്കുന്ന മേഖല, ഗോത്രത്തിൻ്റെ മഹിമ അവരുടെ ചോരയിൽ കലർന്നതായിരുന്നു, അവരുടെ മനസ്സിൽ ഒട്ടിപ്പിടിച്ചതായിരുന്നു. ആ ഗോത്രത്തിൻ്റെ മഹിമ അത് പാടിപ്പുകഴ്ത്തിയിരുന്ന അവർ ബിലാലിനെ അടിമയായി കണ്ടു, അമ്മാറിനെ അടിമയായി കണ്ടു, യാസിറിനെയും സുമയെയും ഒക്കെ അടിമയായി കണ്ടുകൊണ്ട് കൊല ചെയ്തു അവരെയൊക്കെ. പേർഷ്യക്കാരനായ സൽമാനെ നാട്ടുകാരനായി അംഗീകരിക്കുവാൻ അവർക്ക് കഴിഞ്ഞില്ല. റോമക്കാരനായ സുഹൈബിനെ അറബികളുടെ നാട്ടുകാരനായി അംഗീകരിക്കുവാൻ അവർക്ക് കഴിഞ്ഞില്ല. ഹബശീനിയക്കാരനായ ബിലാലിനെ ഒരു സാധാരണക്കാരനായി കാണാൻ അവർക്ക് കഴിഞ്ഞില്ല. ദേശീയ വാദവും ദേശീയ കാഴ്ചപ്പാടും അവരിൽ കൂടുതലായിരുന്നു. ഗോത്രമഹിമയും അവരിലുണ്ടായിരുന്നു. മുഹമ്മദ് നബി അദ്ദേഹത്തിൻ്റെ പ്രബോധന പ്രവർത്തനങ്ങളിലൂടെ ഒരു ദേശീയനായിക്കൊണ്ട് മുമ്പോട്ട് പോയി. അറബ് മേഖല കീഴടങ്ങി, കഅബ കീഴടങ്ങി. കഅബയുടെ മുകളിൽ അല്ലാഹു അക്ബർ എന്ന് വിളിക്കണം. മുഹമ്മദ് ഒരാളെ തിരയുകയാണ്. എവിടെ എൻ്റെ സഹോദരൻ? എൻ്റെ സഹോദരൻ എവിടെ? അബൂബക്കർ ഇവിടെ, ഉമർ ഇവിടെ, അലി അവിടെ, മറ്റേയാൾ അവിടെ, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് ഇവിടെ. അറേബ്യൻ ഗോത്ര നേതാക്കന്മാരും കോടീശ്വരന്മാരും ഒക്കെ നബിയുടെ മുമ്പിലുണ്ട്. എൻ്റെ സഹോദരൻ എവിടെ? സഹോദരൻ പൊക്കം കുറഞ്ഞ ഒരാൾ, കറുത്ത്, ചുണ്ട് തടിച്ച്, രോമമൊക്കെ ഇങ്ങനെ ചുരുണ്ട ആഫ്രിക്കക്കാരനായ നീഗ്രോ അടിമ ആയിരുന്ന ബിലാലിനെ തിരയുകയാണ്. എവിടെ? അപ്പൊ നബിയുടെ തൊട്ടു പിന്നിൽ അള്ളാന്റെ റസൂലെ, ഞാനാ നീ തന്നെ, നിന്നെയാണ് ഞാൻ നോക്കുന്നത്. ഇതിൻ്റെ മുകളിൽ കയറി ബാങ്ക് വിളിക്കണം, അല്ലാഹു അക്ബർ വിളിക്കണം. നീ മൂപ്പർക്ക് അപകർഷതയുണ്ടല്ലോ, അപകർഷബോധം സ്വാഭാവികമാണ്. അപകർഷതയിൽ നിന്ന് ഉത്കൃഷ്ടമായ ഒരു മനസ്സ് വളർത്തിയെടുത്തെങ്കിലേ അടിമത്തില്ലാതാവുള്ളൂ.
ആ അപകർഷതയിൽ നിന്നുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, നബിയെ, എനിക്ക് അങ്ങോട്ട് കയറാൻ കഴിയില്ലല്ലോ, ഞാൻ പൊക്കല്ലല്ലോ, ഉയരില്ല. നബി കഅബയുടെ ഭിത്തിയിൽ കൈവച്ചു. ആ വെച്ചു കൊടുത്ത കയ്യിൽ ചവിട്ടിക്കയറാൻ പറഞ്ഞു. ബിലാൽ വൈമനസ്സത്തോടുകയാണെങ്കിലും നബിയുടെ കയ്യിൽ ചവിട്ടി, തോളിൽ ചവിട്ടി, കഅബയുടെ മുകളിൽ കയറി അല്ലാഹു അക്ബർ വിളിച്ചു. മുഹമ്മദ് നബി, ഖുർആൻ ഈ ലോകത്ത് മനുഷ്യൻ ഒന്നാണെന്ന് തെളിയിച്ചു. ഖുർആൻ സാധിച്ച ഒന്നാമത്തെ വിപ്ലവം, ഒന്നാമത്തെ മാറ്റം, മനുഷ്യ സമൂഹത്തിൻ്റെ സാമൂഹിക ജീവിതത്തിൽ വരുത്തിയ ഒന്നാമത്തെ മാറ്റം. ആദ്യം പറഞ്ഞത് വിശ്വാസ രംഗത്ത് വരുത്തിയ മാറ്റമാണ്. അതിൻ്റെ മുകളിൽ കയറി വിളിച്ചു. ആരാ വിളിച്ചത്? ബിലാൽ. ബിലാൽ അല്ലാഹു അക്ബർ വിളിച്ചു. ലോകാനുഗ്രഹിയായ, സൃഷ്ടികളിൽ ശ്രേഷ്ഠനായ, ലോകരക്ഷിതാവായ അള്ളാഹുവിൻ്റെ ഹബീബായ മുഹമ്മദ് നബിയുടെ ചുമലിൽ ചവിട്ടി കഅബയുടെ മുകളിലേക്ക് കയറി വാങ്ങി വിളിക്കാൻ, അല്ലാഹു അക്ബർ വിളിക്കാൻ പ്രവാചകൻ കൽപ്പിക്കുമ്പോൾ എന്തൊരു സമത്വം! ലാ ഫളല ലി അറബിയ്യിൻ അലാ അജമിയ്യിൻ വലാ ലി അജമിയ്യിൻ അലാ അറബിയ്യിൻ വലാ ലി അബിയദ അലാ അസ്വദ വലാ ലി അസ്വദ അലാ അബിയദ ഇല്ലാ ബിത്തഖ്വ. കറുത്തവന് വെളുത്തവനേക്കാൾ സൂക്ഷ്മതയോടുകൂടി ജീവിതം നയിക്കുമ്പോഴല്ലാതെ ഒരു വ്യത്യാസവുമില്ല. സൂക്ഷ്മതയോടുകൂടെ ജീവിക്കുന്നവർ അള്ളാഹുവിങ്കൽ മാന്യന്മാരാണ് എന്ന് ഖുർആനും പറഞ്ഞു. നിങ്ങൾക്കിടയിൽ കാണുന്ന മുഴുവൻ വൈവിധ്യങ്ങളും അത് വൈവിധ്യങ്ങളാണ്, വൈരുദ്ധ്യങ്ങളല്ല, ഏറ്റുമുട്ടേണ്ടതല്ല, വൈവിധ്യങ്ങളാണ്. വൈവിധ്യങ്ങളെ ഉൾക്കൊള്ളുവാൻ കഴിയണം. അപ്പോഴേ സാമൂഹ്യ ജീവിതത്തിൽ ഇണക്കമുണ്ടാകൂ. വ്യത്യാസങ്ങൾ ഉൾക്കൊള്ളാൻ കഴിയണം, വ്യത്യാസങ്ങളെ ആസ്വദിക്കുവാൻ കഴിയണം. അതപ്പോൾ മാത്രമേ സാമൂഹ്യ ജീവിതം സുഭദ്രമായി തീരുകയുള്ളൂ. അതുകൊണ്ട് പ്രവാചകൻ വരുത്തിയ സാമൂഹ്യ ജീവിതത്തിലെ വിപ്ലവം ഉമറിനോടും അബൂബക്കറിനോടും, ബിലാലിന് നിങ്ങൾ എഴുന്നേറ്റ് സ്ഥലം മാറിക്കൊടുക്കണം. അവർക്ക് മനസ്സിലാകാൻ വേണ്ടി പറഞ്ഞു. സ്വർഗത്തിൽ ബിലാലിൻ്റെ ചെരുപ്പിൻ്റെ ശബ്ദം ഞാൻ കേട്ടു. അതുകൊണ്ട് അബൂബക്കറെ, ഉമറെ, ബിലാലിന് എഴുന്നേറ്റ് സ്ഥലം കൊടുക്കണം. ബിലാൽ വന്നാൽ അബൂബക്കറും ഉമറുമൊക്കെ എഴുന്നേറ്റ് സ്ഥലം ഇരിക്കാൻ കൊടുക്കുകയായിരുന്നു. അവിടെ വിവേചനമില്ലേ എന്ന് നിങ്ങൾ ചോദിക്കും. പക്ഷേ അവിടെ നിങ്ങോട്ട് ഉയർന്നു വരുവാൻ, അപകർഷത ഇല്ലാതാകുവാൻ, ഉത്കർഷ മനോഭാവം വളർത്തിയെടുക്കുവാൻ, അപകർഷബോധം നശിപ്പിക്കുവാൻ ബിലാലിന് വേണ്ടി ഒന്ന് എഴുന്നേറ്റ് കൊടുക്കേണ്ടതുണ്ടവർ. അപ്പോഴേ ബിലാലിന് ഞാനൊരു സ്വതന്ത്രനാണ് എന്ന ബോധമുണ്ടാവുകയുള്ളൂ. സ്വാതന്ത്ര്യം മനുഷ്യജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹമാണ്. വൈജ്ഞാനിക വിപ്ലവവും സാംസ്കാരിക വിപ്ലവവും നടന്നല്ലോ, വിശദീകരിക്കേണ്ടതില്ല. പ്രയാസങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന മനുഷ്യരെ ആ പ്രയാസങ്ങളിൽ നിന്ന് മോചിപ്പിച്ചുകൊണ്ട് പ്രയാസരഹിതമായ ഒരു വഴിയിലേക്ക് തിരിച്ചുവിടുന്നതിനാണ് വിപ്ലവം എന്ന് പറയുക. പ്രവാചകന്റെ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ പ്രയാസങ്ങൾ അനുഭവിച്ചിരുന്നത് നമ്മുടെ സഹോദരിമാരായിരുന്നു, സ്ത്രീകളായിരുന്നു. അടിമകളെക്കാൾ കൂടുതൽ പ്രയാസം അനുഭവിച്ചിരുന്നത് അവരായിരുന്നു. അന്നത്തെ അവരുടെ സ്ഥിതിഗതികൾ മനസ്സിലാക്കുവാൻ, വിശദീകരിക്കാൻ സമയമില്ലാത്തത് കൊണ്ട് മഹാനായ അബുൽ ഹസൻ അലി നദവിയുടെ മാതാ ഖസ്റൽ ആലം ബിൻ താത്തൽ മുസ്ലിമീൻ എന്ന ആ പുസ്തകം, അതിൻ്റെ മലയാള പരിഭാഷ ഉണ്ടെങ്കിൽ, അറബി അറിയുന്നവർ അറബിയിൽ മലയാള പരിഭാഷ ഉണ്ടെങ്കിൽ അത് വാങ്ങിയിട്ടൊന്ന് വായിക്കണം. ലോക മുസ്ലിങ്ങളുടെ അധപ്പതനം കാരണമായി ലോകത്തിന് നഷ്ടപ്പെട്ടത് എന്താണ്? ആ നഷ്ടപ്പെട്ടത് അദ്ദേഹം എങ്ങനെ വിവരിക്കുന്നുണ്ട്. അവിടെ സ്ത്രീകളുടെ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന പ്രയാസങ്ങൾ അദ്ദേഹം വിവരിക്കുന്നുണ്ട്. എല്ലാ അവകാശങ്ങളും നിഷേധിക്കപ്പെട്ട, ജനിക്കുവാനുള്ള അവകാശം പോലും നിഷേധിക്കപ്പെട്ട ഒരു വിഭാഗം ആ മേഖലയിൽ അന്ന് സ്ത്രീകളായിരുന്നു.
അടിമകൾക്ക് അതിന് വിരോധം ഉണ്ടായിരുന്നില്ല. അവരുണ്ടാവണം, വളരണം, കൂടുതൽ അടിമകൾ ഉണ്ടാവണം, അങ്ങനെ അവർ ജനിക്കണമെന്നായിരുന്നു അവരുടെ ആഗ്രഹം. പക്ഷേ പെണ്ണ് ജനിക്കാൻ പാടില്ലായിരുന്നു. ജനിച്ചു കഴിഞ്ഞ ഒരാളുടെ ഭർത്താവായി കഴിഞ്ഞാൽ, ഒരാളുടെ ഭാര്യയായി കഴിഞ്ഞാൽ ആ ഭർത്താവിൻ്റെ മുമ്പിൽ അവർക്കൊരവകാശവും ഉണ്ടായിരുന്നില്ല. പെണ്ണിനോടൊരു ബാധ്യതയും ആണുങ്ങൾക്കന്നുണ്ടായിരുന്നില്ല. സ്വന്തം പിതാവിൻ്റെ ഭാര്യമാരെ, സ്വന്തം ഭാര്യയുടെ പിതാവിൻ്റെ ഭാര്യമാരെ മക്കളും മരുമക്കളും ഭാര്യമാരായി സ്വീകരിച്ചിരുന്നു. സ്വന്തം ബാപ്പയുടെ ഭാര്യമാരെ, അതേപോലെ ഭാര്യാപിതാവിൻ്റെ ഭാര്യമാരെ മഹർ കൊടുക്കാതെ സ്വന്തം ഭാര്യമാരാക്കി വെച്ചിരുന്നു. അതരുത് എന്ന് പറയുന്ന നിയമം ഖുർആനിൽ വന്നപ്പോൾ ഇല്ലാമക്കത് സലഫ എന്ന് പറഞ്ഞല്ലോ, മുമ്പ് കഴിഞ്ഞതൊഴികെ. 2 സഹോദരിമാരെ ഒരേ സമയത്ത് വിവാഹം കഴിച്ചുകൊണ്ട് രണ്ടാളുടെയും മാനസിക വേദന അറിയാതെ ഈ ഭർത്താവ് ജീവിച്ചിരുന്നു. നിയമം വന്നപ്പോൾ ഇല്ലാമ സലഫ എന്ന ഖുർആൻ അവിടെ ഉപയോഗിച്ചു. കഴിഞ്ഞതൊഴികെ പണ്ടങ്ങനെ ഉണ്ടായിരുന്നു. അവിടെ നിന്ന് അങ്ങോട്ട് പെണ്ണിനോട് ചെയ്തിരുന്ന ക്രൂരതകൾ കൊച്ചുകുട്ടികളെ ജീവനോടുകൂടെ കുഴിച്ചുമൂടിയിരുന്നു. കുട്ടികൾ ജനിക്കുന്ന സമയത്ത് നാട്ടിലില്ലാതെ വർഷങ്ങൾക്ക് ശേഷം തിരിച്ചു വന്ന പിതാവിൻ്റെ കൈവിരൽ പിടിച്ച് തുള്ളിച്ചാടി നടക്കുവാൻ പ്രായമായ കുട്ടി പെൺകുട്ടി അവൻ്റേതാണെന്നറിഞ്ഞപ്പോൾ അങ്ങകലെ ഒരു കിണറ്റിൽ കൊണ്ടുപോയിട്ട് ആ കിണറ്റിലേക്ക് അതിനെ തള്ളിവിടുമ്പോൾ, എൻ്റെ പിതാവേ, ഞാൻ എവിടെയെങ്കിലും പോയി ജീവിച്ചോളാം, എന്നെ കൊല്ലരുത് എന്ന് പറഞ്ഞിട്ട് കേൾക്കാതെ ആ കുട്ടിയെ കിണറ്റിലേക്ക് തള്ളി. ഒരു പൊട്ടക്കിണർ. മരിച്ചു കാണുമെന്ന് വിചാരിച്ച് വിളിച്ചു ഇവൻ മകളെ. അപ്പൊ രക്ഷിക്കാനാണെന്ന് കരുതിയിട്ട് മകൾ വിളി കേട്ടു. ആ മകളുടെ തലയിലേക്ക് ഒരു പാറക്കല്ല് പൊക്കിയെടുത്ത് ആ കുട്ടിയുടെ തലയിലേക്ക് ഇട്ടു. ആ കുട്ടിയുടെ തല പൊട്ടി, തലച്ചോറ് പുറത്തു ചാടി. ആ കുട്ടി മരിച്ചുപോയി. മുഹമ്മദ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് ഈ കഥ അത് ചെയ്ത മനുഷ്യൻ പറഞ്ഞപ്പോൾ മുഹമ്മദ് നബി കരഞ്ഞു. കേട്ടവരൊക്കെ കരഞ്ഞു. ആ കഥ വിവരിച്ച ആളും കരഞ്ഞു. ആ മേഖലയിലെ പെണ്ണിനോട് കാണിച്ച ക്രൂരത മനസ്സിലാക്കുവാൻ അവിടുന്ന് ഈ പെണ്ണിനെ അല്ലാഹുവിൻ്റെ പ്രവാചകൻ പരിശുദ്ധ ഖുർആനിലൂടെ ഉയർത്തി. ഞാൻ പറയും, ഒരു പുരുഷന് കൊടുത്തതിനേക്കാൾ കൂടുതൽ അവകാശങ്ങളും അതേപോലെ തന്നെ അവകാശങ്ങളോടൊപ്പം ബാധ്യതകളും പെണ്ണിന് പരിശുദ്ധ ഖുർആൻ നൽകി. ആണിന് കൊടുത്തതിനേക്കാൾ കൂടുതൽ പെണ്ണിന് കൊടുത്തു അവകാശങ്ങൾ. നമ്മളെ മനസ്സിൽ അനന്തരാവകാശം ആണിൻ്റെ പകുതിയാ പെണ്ണിനെന്നൊരു തോന്നലുണ്ടാവും. ആ അടിസ്ഥാനം തന്നെ തെറ്റാം. ആണിൻ്റെ പകുതി പെണ്ണിനെന്ന് പറയുന്നത് മക്കൾ ആണും പെണ്ണുമാകുമ്പോൾ, സഹോദരൻ സഹോദരിമാർ വരുമ്പോൾ, അതുപോലെ ഭാര്യ ഭർത്താക്കന്മാർ വരുമ്പോൾ മാത്രമാണ് ആണിൻ്റെ പകുതി പെണ്ണിന് കിട്ടുക. ആണുങ്ങളെക്കാൾ കൂടുതൽ സ്വത്ത് പെണ്ണ് അവകാശമായി ഏറ്റെടുക്കുന്ന ഒരുപാട് നിയമങ്ങൾ ഖുർആനിലുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഒരു സ്ത്രീ മരിച്ചു. ആ സ്ത്രീക്കൊരു മകളുണ്ട്. ആ സ്ത്രീക്ക് ഭർത്താവുണ്ട്, ബാപ്പയുണ്ട്. ബാപ്പ ആണാണ്, ഭർത്താവ് ആണാണ്, മകൾ പെണ്ണാണ്. ആ മരിച്ച ഉമ്മയുടെ സ്വത്തിൻ്റെ നേർപകുതി പെണ്ണിന് കൊടുക്കും. 4/1 ഭർത്താവിന് കിട്ടും, ബാക്കിയുള്ളത് ബാപ്പാക്കും കിട്ടും. ആർക്കാ സ്വത്ത് കൂടുതൽ കിട്ടിയത്? പെണ്ണിന്. അതുകൊണ്ട് പെണ്ണുങ്ങൾക്ക് ആണിൻ്റെ പകുതി എന്ന് പറഞ്ഞാൽ ആ ഭർത്താനം ഏതെങ്കിലും ആൾക്കാർക്ക് വെറുതെ എഴുതാൻ വേണ്ടി വിട്ടുകൊടുക്കരുത്. ഏതെങ്കിലും ചേന്നമംഗല്ലൂർ മറ്റേ ആൾക്കോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പിന്നെ വേറൊരാളുണ്ടല്ലോ, നാളെ ഒരു ഖദീജ ഖാത്തൂൻ നല്ലൊരു മറുപടി കൊടുത്തിട്ടുണ്ട്. എന്തെന്നാണ് ഏതൊരു എഴുത്തുകാരൻ ഈ ഖുർആൻ്റെ ഒക്കെ പരിഭാഷയൊക്കെ ചിലപ്പോൾ എഴുതിയ കാരശ്ശേരി, എം കാരശ്ശേരി, അവർക്കൊക്കെ ഇത് പറയാൻ വേണ്ടിയിട്ട് നമ്മളെന്തിനായി കൊടുക്കുന്നത് വടി? അള്ളാഹു അങ്ങനെയല്ല പറഞ്ഞത്. അപ്പോൾ പെണ്ണിന് ഒരുപാട് അവകാശങ്ങൾ നൽകി.
ഒരുപാട് അവകാശങ്ങൾ. ഭർത്താവിന് വിവാഹമോചനം ചെയ്യുക എന്ന തലാഖിന്റെ അവകാശം നൽകി. പെണ്ണിന് 2 അവകാശങ്ങൾ നൽകി ഭർത്താവിൽ നിന്ന് മോചനം നേടാൻ. എൻ്റെ സഹോദരിമാരെ അവകാശം ഉപയോഗപ്പെടുത്തരുത്. ഫസ്ഖ് എന്ന് പറയുന്ന അവകാശവും ഖുല് എന്ന് പറയുന്ന അവകാശവും. അതായത് നിങ്ങൾക്കിഷ്ടമില്ലാത്തൊരു ഭർത്താവാണെങ്കിൽ ആ ഭർത്താവിനെ എനിക്ക് വേണ്ട, അദ്ദേഹം എനിക്ക് തന്നതൊക്കെ തിരിച്ചു കൊടുക്കാം, വേണമെങ്കിൽ കുറച്ചുകൂടി മത്താവും കൊടുക്കാം, അദ്ദേഹത്തെ ഞാൻ ഒഴിവാക്കുന്നു എന്ന് പറയാൻ പെണ്ണിന് അള്ളാഹു അനുവാദം നൽകി. അതാണ് ഖുല്. കോടതി മുഖേന അല്ലെങ്കിൽ ജഡ്ജി മുഖേന ആകണമെന്നേ ഉള്ളൂ. എൻ്റെ ഭർത്താവിന് ഇന്ന ന്യൂനതകളുണ്ട്, അതുകൊണ്ട് ആ ഭർത്താവ് എനിക്ക് വേണ്ട. നഷ്ടപരിഹാരം കൊടുക്കാതെ ന്യൂനതകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഭർത്താവിൽ നിന്ന് മോചനം നേടുവാൻ പരിശുദ്ധ ഖുർആൻ പെണ്ണിന് അവകാശം നൽകി. എൻ്റെ ഭർത്താവ് അയാൾ നിത്യരോഗിയാണ്, കുഷ്ഠരോഗിയാണ്, എൻ്റെ ഭർത്താവ് മദ്യപാനിയാണ്, എൻ്റെ ഭർത്താവിന് അവിധ ബന്ധമുണ്ട്, എൻ്റെ ഭർത്താവ് പലിശക്കാരനാണ്, ആ ഭർത്താവിനെ എനിക്ക് വേണ്ട എന്ന് പറയാൻ ഇസ്ലാം പെണ്ണിന് അവകാശം നൽകി. ആരും ചെയ്യരുത് കേട്ടോ, പോയിട്ട് ഭസ്മം കൊല്ലൊന്നും ചെയ്യരുത്. പക്ഷേ നിങ്ങൾക്ക് അവകാശമുണ്ട് എന്ന് പറയാം. ഇത് പറയില്ല, കാരണം മീശക്കൊമ്പനായ പുരുഷ മേധാവിത്വമാണ് എല്ലാ മതങ്ങളിലും നിലനിന്നത്. ഇസ്ലാം മതമല്ലെങ്കിലും ഇസ്ലാം എന്ന് പറയുന്ന ദൈവിക ദർശനത്തിലും അതിൻ്റെ അനുയായികൾ മീശക്കൊമ്പന്മാർ അതിൻ്റെ നേതൃത്വം നൽകിയത് കൊണ്ട് അവർക്കെതിരായ കാര്യങ്ങളൊന്നും അവർ പറയില്ല. അവരും പറയില്ല. അവർ വയറിന് പറയാൻ വേണ്ടി വിളിക്കുന്ന മുസ്ലിംമാരും മൗലവിമാരും അവരും പറയില്ല. അതിങ്ങനെ പറഞ്ഞ് മറ്റതിങ്ങനെ പുരുഷന്മാരുടെ നിങ്ങളും ഓലെ മുമ്പിൽ സുജൂദ് ചെയ്യണം, പുരുഷന്റെ മുമ്പിൽ സുജൂദ് ചെയ്യണം. ഞാൻ സുജൂദ് ചെയ്യാൻ കൽപ്പിക്കുമായിരുന്നു ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യന്, ഒരടിമ മറ്റൊരടിമക്ക്, എങ്കിൽ ഞാൻ പെണ്ണിനോട് ഭർത്താവിൻ്റെ മുമ്പിൽ സുജൂദ് ചെയ്യാൻ കൽപ്പിക്കുമായിരുന്നു. അതൊക്കെ വളരെ വിശാലമായി പറയും. പക്ഷേ ആ പെണ്ണിൻ്റെ മുമ്പിൽ ഇവൻ ആരായിരിക്കണമെന്ന് പടച്ചതമ്പുരാൻ പറഞ്ഞത് പറയില്ല, പ്രവാചകൻ പറഞ്ഞത് പറയില്ല. മനുഷ്യാവകാശ പ്രഖ്യാപനം നടത്തുമ്പോൾ പെണ്ണിൻ്റെ കാര്യമാണ് അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞത്. അവർ നിങ്ങളുടെ സംരക്ഷണത്തിന് കീഴിൽ ജീവിക്കുന്നവരാണ്, അവരോട് നിങ്ങൾ കരുണ കാണിക്കണം, അവരോട് നിങ്ങൾ കരുണ കാണിക്കണം. അതേ, നിങ്ങളുടെ സ്വർഗം പെണ്ണായ നിങ്ങളുടെ ഉമ്മയുടെ കാലിൻ ചുവട്ടിലാണ്. നിങ്ങളിൽ ആരാണ് നല്ലവൻ അറിയണോ? അത് നിങ്ങളുടെ കൂട്ടത്തിൽ നിങ്ങളുടെ ഭാര്യമാരോട് ഇണകളോട് നല്ല നിലയിൽ പെരുമാറുന്നവരാരാണോ അവരാണ് നല്ലവർ. ഇതൊക്കെ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞതാ, അത് പറയില്ല. അപ്പൊ അവരെ മോചിപ്പിച്ചു, ജീവിക്കുവാനുള്ള അർഹത നേടിക്കൊടുത്തു, അവകാശങ്ങൾ നൽകി, സ്വാതന്ത്ര്യം നൽകി, ഭർത്താവിന്റെ മുമ്പിൽ സ്വതന്ത്രയായി നിൽക്കുവാനുള്ള അവകാശം നൽകി. ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ അവരുടെ യുദ്ധ കഴിയുന്നതോടുകൂടി സ്വാതന്ത്ര്യം അവർക്ക് ലഭിച്ചു. അവരുടെ മേൽ ആർക്കും അധികാരമില്ല. അടിമകൾ, അടിമത്വം എന്നൊരു സംഗതി തന്നെ ഇസ്ലാം ഇല്ലാതാക്കി. ഇസ്ലാമിൽ അടിമത്വമില്ല. ഞാനാണ് ഇത് പറയുമ്പോൾ നിങ്ങളിപ്പോൾ ഒരു ഞെട്ടലോടുകൂടി കേൾക്കായിരിക്കും. ഇസ്ലാമിൽ അതില്ല. ഇസ്ലാം അത് നിരോധിച്ചു. അത് നിരോധിച്ചില്ല എന്ന് പറയുന്നത് ഇസ്ലാമിനെ, ഖുർആനിനെ അവഹേളിക്കലാണ്. ഇസ്ലാമിനെ അവഹേളിക്കലാണ്. ഇസ്ലാമിൽ അതില്ല. അടിമത്വമില്ല, ഉടമാവകാശമില്ല. അതിനല്ലേ അടിമത്വം എന്ന് പറയുന്നത്. ഞാനൊരു കോഴി വാങ്ങി, 1 കിലോ കോഴിക്ക് 50 രൂപ, 2 കിലോയുടെ ഒരു കോഴി വാങ്ങിക്കൊണ്ടുവന്നു. ജീവനുള്ള കോഴിയാണ്. ഞാനതിനെ കൊണ്ടുവന്ന് അറുത്തു. നിങ്ങൾ ആരെങ്കിലും ചോദിക്കോ, നീ എന്തിനായി കോഴിനെ അറുത്ത്? ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറയാം, അത് എൻ്റെതാണ്, ഞാൻ കാശ് കൊടുത്ത് വാങ്ങിയതാണ്, എൻ്റെ ഉടമസ്ഥതയിലുള്ളതാണ്, ഞാൻ അതിനെ അറുത്തു. ഞാനൊരു കാളയെ വാങ്ങിക്കൊണ്ടുവന്ന് അറുത്തു, ഒരു പോത്തിനെ വാങ്ങിക്കൊണ്ടുവന്ന് അറുത്തു, കാശ് കൊടുത്ത് ഞാൻ വാങ്ങി. ആരാൻ്റെത് കയറുതെന്ന് മാത്രം. ഒരാൾ ഒരു മനുഷ്യനെ കാശ് കൊടുത്ത് വാങ്ങി, അയാളാണ് അടിമ എന്നാ പറയുന്നത്. ആ അടിമയെ കാശ് കൊടുത്ത് വാങ്ങിയിട്ട് കൊണ്ടുവന്ന്
ഇവിടെ കൊണ്ടുവന്നിട്ട് ഞാൻ അയാളെ കൊന്നാൽ ഖുർആൻ പറയുന്നു കൊന്ന യജമാനനായി എന്നെ പകരം കൊല്ലും. ഖുർആൻ പറഞ്ഞതാണ്. അൽ അബ്ദു ബിൽ അബ്ദി അൽ ഹുർറു ബിൽ ഹുർരി വൽ അബ്ദു ബിൽ അബ്ദി വൽ ഉൻസാ ബിൽ ഉൻസാ. ഒരു യജമാനൻ അടിമയെ കൊന്നാൽ പകരം യജമാനനെ കൊല്ലും. ഒരു യജമാനൻ തൻ്റെ അടിമയുടെ കൈമുറിച്ചാൽ പകരം യജമാനന്റെ കൈമുറിക്കും. ഒരു യജമാനൻ അടിമയുടെ കണ്ണ് മുറിച്ചാൽ പകരം യജമാനന്റെ കണ്ണ് കുത്തും. ഒരു യജമാനൻ അടിമയുടെ ആരോഗ്യം നിലനിൽക്കുവാൻ വേണ്ടി ജാഹിലിയ കാലത്ത് ഉടക്കുന്ന സമ്പ്രദായം ഉണ്ടായിരുന്നു. അങ്ങനെ ഉടച്ചാൽ യജമാനനെയും ഉടക്കും എന്ന് പ്രഖ്യാപിച്ച പ്രവാചകൻ ഇസ്ലാമിക സമൂഹത്തിൽ അടിമത്വം അംഗീകരിച്ചു കൊടുത്തു എന്നാണോ പറയുന്നത്? അതുകൊണ്ട് തന്നെ ആ പദപ്രയോഗം മാറ്റിയിട്ട് ഖുർആൻ പറഞ്ഞത് മാ മലക്കത്ത് യമീൻ, മാ മലക്കത്ത് ഐമാനുക്കും എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കീഴ് ജീവനക്കാർ എന്ന് മാത്രമേ അർത്ഥമുള്ളൂ. ഒരു വ്യത്യാസം നിലവിലുള്ള തൊഴിലാളി വ്യവസ്ഥയും അന്നത്തെ തൊഴിലാളി വ്യവസ്ഥയും തമ്മിലുണ്ട്. ഇന്ന് നിലവിലുള്ള തൊഴിലാളി വ്യവസ്ഥയിൽ ഗവൺമെൻറ്റുകൾ ഒരു വർഷത്തേക്കാണ് ശമ്പളം നിശ്ചയിക്കാറുള്ളത്. അത് മാസാമാസം കൊടുക്കുന്നു എന്ന് മാത്രം. അത് മാസാമാസം കൊടുക്കുന്നു എന്ന് മാത്രം. പക്ഷേ ജീവിതാന്ത്യം വരെ അവരുടെ സേവനം ഉപയോഗിക്കുവാൻ ആ കാലഘട്ടത്തിൽ അനുവാദമുണ്ടായിരുന്നു, സംരക്ഷണം ഉറപ്പുവരുത്തിക്കൊണ്ട്. അവിടെയാണ് ഇസ്ലാം അടിമത്വം അംഗീകരിച്ചിട്ടില്ല, ഒരു ബദൽ സംവിധാനമുണ്ടാക്കി. ആ ഉണ്ടാക്കിയ ബദൽ സംവിധാനത്തിന് മാ മലക്കത്ത് ഐമാനുക്കും എന്ന് പറഞ്ഞു, നിങ്ങളുടെ കീഴ് ജീവനക്കാർ. അത്രേ ഇസ്ലാം അനുവദിച്ചിട്ടുള്ളൂ. ഖുർആൻ വരുത്തിയ വിപ്ലവമായിരുന്നു അത്. ഖുർആനിൽ അബ്ദ് എന്ന് ഉപയോഗിച്ചിട്ടുണ്ടാകും. അത് നമുക്ക് മനസ്സിലാകാൻ വേണ്ടിയോ അല്ലെങ്കിൽ ചില സന്ദർഭങ്ങളിൽ നമ്മെ ബോധവൽക്കരിക്കാൻ വേണ്ടിയോ ആണ്. അതുകൊണ്ട് വലിയ ഒരു മാറ്റമാണ് അവിടെയും വരുത്തിയത്. ഇനി വൈജ്ഞാനിക രംഗത്ത് വരുത്തിയ മാറ്റവും സാംസ്കാരിക രംഗങ്ങളിൽ വരുത്തിയ മാറ്റവും പറയാൻ നേരമില്ലാത്തത് കൊണ്ട് ടി കെ സാഹിബ് പറഞ്ഞതുപോലെ മറ്റേതെങ്കിലും ഒരു സംഗമത്തിൽ നമുക്കത് വിവരിക്കാം. പറഞ്ഞതിൻ്റെ ചുരുക്കം, അവകാശങ്ങളെക്കുറിച്ചുള്ള വാദം മാറ്റിവെച്ച് ബാധ്യതകളെക്കുറിച്ച ബോധവൽക്കരണത്തിലൂടെ സമൂഹത്തിൽ അവകാശങ്ങൾ നേടിക്കൊടുക്കുന്ന ഒരു വലിയ വിപ്ലവമാണ് ഇസ്ലാം സാധിച്ചത്. ആ വിപ്ലവത്തിൻ്റെ ലൈൻ അങ്ങനെ തന്നെ സ്വീകരിച്ചുകൊണ്ട് അവകാശവാദം മാറ്റിവെച്ച് ചുമതലാബോധത്തോടുകൂടി അവകാശങ്ങൾ നേടിക്കൊടുക്കുന്ന ഒരു സാമൂഹ്യ ക്രമത്തിൻ്റെ അടിത്തറ പാകുവാൻ ഇസ്ലാമിസ്റ്റുകൾക്ക് സാധിക്കണം. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വാഹിറു ദുആഇ അൽഹംദുലില്ലാഹ്.